നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മളൊക്കെ ആഗ്രഹിച്ച, ഒരുപാട് പേര് പരാതിപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത്. ഏതാണ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പിനകത്ത് വന്ന 2 പുതിയ അപ്ഡേറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞതാണ് വാട്സപ്പിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ഓരോ അപ്ഡേറ്റുകൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ആ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കാണിച്ചുതരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചാണ്. എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ 3 ഡോട്ട് കാണും. അതല്ല, അതിനകത്ത് തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഒരു പ്രൊഫൈൽ കാണും. ആ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ച് അങ്ങ് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം കോൺടാക്ട്സ് എന്നുള്ളൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത കോൺടാക്റ്റുകളുടെ എണ്ണം കാണിക്കും. അതിൽ താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാം, വാട്സപ്പ് കോൺടാക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഓഫായിരിക്കും. ഇത് ഓഫായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓഫാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, കോൺടാക്ട്സ് ആർ സേവ്ഡ് ടു യുവർ വാട്സപ്പ് അക്കൗണ്ട് ടു മാനേജ് ദം അക്രോസ് ഡിവൈസസ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന എല്ലാ കോൺടാക്റ്റുകളും വാട്സപ്പ് തന്നെ ഇനി സേവ് ചെയ്ത് വെക്കും. അതായത് നമ്മുടെ കോൺടാക്ട്സ് സാധാരണ നമുക്ക് നമ്മുടെ ജിമെയിൽ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്, നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്യാറുണ്ട്, നമ്മുടെ സിം കാർഡിനകത്ത് സേവ് ചെയ്യാറുണ്ട്. എന്നാൽ ഇനി അടുത്തൊരു ഓപ്ഷൻ കൂടെ വാട്സപ്പിനകത്ത് സേവ് ചെയ്യാനുള്ള സൗകര്യമാണ്. തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, കോൺടാക്റ്റുകൾ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് സേവ് ചെയ്യാതിരിക്കുകയോ നമ്മുടെ ഫോണിനകത്ത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പം പിന്നെ നമ്മൾ നമ്മുടെ പുതിയൊരു മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് മാറ്റുന്ന സമയത്ത് ഈ കോൺടാക്ട്സിലുള്ള വ്യക്തികളൊക്കെ അവിടെ ഉണ്ടാകും. അതായത് നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി വാട്സപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് വെച്ചാൽ ഈ വാട്സപ്പിനകത്തുള്ള മുഴുവൻ കോൺടാക്റ്റുകളും വ്യക്തികളും പുതിയ ഫോണിലും കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ട നിങ്ങളുടെ കോൺടാക്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം പലപ്പോഴും നമ്മൾ ഒരേ വാട്സപ്പ് തന്നെ മറ്റു മൊബൈൽ ഫോണുകളിൽ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിനകത്ത് നമ്മുടെ കോൺടാക്റ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ ഇത് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ 2ാമത്തെ മൊബൈലിലും 3ാമത്തെ മൊബൈലിലും അങ്ങനെ 4 മൊബൈലിൽ നമുക്ക് ഒരു വാട്സപ്പ് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ 1ാമത്തെ ഈ മെയിൻ വാട്സപ്പിൽ നമ്മൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്തതുകൊണ്ട് ആ കോൺടാക്ട്സുകളെല്ലാം നിങ്ങൾ ഏതൊക്കെ ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസിലൂടെ സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്നോ ആ വാട്സപ്പിലൊക്കെ ഈ കോൺടാക്ട്സും കാണാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ വാട്സപ്പിനകത്ത് ആരെങ്കിലും മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പുമായി ചാറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വാട്സപ്പായി മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ കോൺടാക്റ്റും ഡിലീറ്റായി പോകില്ല. അത് വാട്സപ്പ് തന്നെ സേവ് ചെയ്ത് വെക്കും. വളരെ വ്യത്യസ്തമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഈ ചാനലിലൂടെ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.